എറണാകുളം റേഞ്ച് ഓഫീസിലെ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ വി ജയരാജാണ് ഈ തുള്ളൽ കലാകാരൻ. തുള്ളിയും പാടിയും കാണികളെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുന്നത് ലഹരിയുടെ ദൂഷ്യവശങ്ങളെക്കുറിച്ചാണ്. ₹1 പോലും പ്രതിഫലം വാങ്ങാതെ 500-ലധികം വേദികളിൽ ജയരാജ് ബോധവൽക്കരണത്തിന്റെ ഭാഗമായി തുള്ളൽ അവതരിപ്പിച്ചു. ലഹരിക്കെതിരെ ഒരു അവബോധം സൃഷ്ടിക്കാവുന്ന ലക്ഷ്യത്തോടു കൂടി ഞാൻ വയലാർ സന്തോഷം എന്ന് പറയുന്ന ഒരു ഗുരുവിന്റെ കീഴിൽ പോയി ഒരു 11 ദിവസം ഓട്ടംതുള്ളൽ പഠിച്ചിട്ടുണ്ട്. അതാണ് ഇതിന്റെ അടിസ്ഥാനം. ഇന്നിപ്പോൾ നമ്മൾ അവതരിപ്പിക്കാൻ പോകുന്നത് 521ാമത്തെ വേദിയാണെന്ന് ചേർത്തലിൽ അവതരിപ്പിക്കാൻ പോകുന്നത്. ഇതിന്റെ പ്രധാന ലക്ഷ്യം കുട്ടികളിലേക്ക് ഈ സന്ദേശം എത്തിക്കുക എന്നത് തന്നെയാണ്. ചേർത്തല കഞ്ഞിക്കുഴി സ്വദേശിയാണ് ജയരാജ്. കുടുംബവും എക്സൈസ് വകുപ്പും ഉദ്യോഗസ്ഥന് പൂർണ്ണ പിന്തുണയുമായി മാതൃഭൂമി ന്യൂസ് ആലപ്പുഴ. ഏറെ കയ്യടി അർഹിക്കുന്ന ഒരു പ്രവൃത്തിയാണ് ആ ഉദ്യോഗസ്ഥൻ ചെയ്തത്. കാരണം പ്രതിഫലം ഒന്നും വാങ്ങാതെയാണ് ഇത്രയേറെ വേദികൾ അദ്ദേഹം ഈ ഒരു ബോധവൽക്കരണത്തിന്റെ ഭാഗമായി പോകുന്നത്. നമുക്കിപ്പം ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങൾ പങ്കുവയ്ക്കാൻ രഘുനാഥ് നാരായണൻ ചേരുന്നുണ്ട്. രഘു, നമുക്കറിയാമായിരുന്നു കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് സംസ്ഥാനത്ത് വ്യാപകമായിട്ട് ലഹരി വേട്ടയുണ്ടായിരുന്നു. ആ ഒരു സാഹചര്യത്തിൽ അതേ വകുപ്പിലെ ഉദ്യോഗസ്ഥൻ ഇത്തരത്തിലൊരു പ്രവൃത്തി ചെയ്യുമ്പോൾ അത് ഏറെ കയ്യടി അർഹിക്കുന്നുണ്ട്. കാരണം ഇത്രമാത്രം ബോധവൽക്കരണം അദ്ദേഹം ഈ ഒരു കലാരൂപത്തിൽ കൂടി നടത്തുന്നത്. നിയമം ശക്തമായി നടപ്പിലാക്കുന്നതിനോടൊപ്പം തന്നെ ബോധവൽക്കരണവും ലഹരിയെ നിയന്ത്രിക്കാൻ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. പലപ്പോഴും ചെറിയ കുട്ടികൾക്കൊക്കെ കൗൺസിലിംഗ് ഒക്കെ നൽകുമ്പോൾ അവർ ലഹരിയിൽ നിന്ന് മുക്തരായി തിരിച്ചു വരാറുണ്ട്. ചെറിയ കുട്ടികൾക്ക് ചെറുപ്രായത്തിൽ തന്നെ ബോധവൽക്കരണം നൽകിയാൽ ഒരു പരിധിവരെ ഈ ലഹരിക്ക് അടിമപ്പെടുന്നത് ഒഴിവാക്കാൻ വേണ്ടി സാധിക്കുമെന്നുള്ളതാണ് വിലയിരുത്തൽ. ജയരാജ് ഏകദേശം ഒരു 500-ലധികം വേദികളാണ് ഇതിനോടകം തന്നെ ബോധവൽക്കരണം ഓട്ടംതുള്ളലിലൂടെ ബോധവൽക്കരണം നടത്തി. അദ്ദേഹം അങ്ങനെ ആഴത്തിൽ ഓട്ടംതുള്ളൽ പഠിച്ചിട്ടൊന്നുമില്ല. ആ ഓട്ടംതുള്ളൽ കലാകാരന്മാരിൽ നിന്ന് ലഭിച്ച ഒരു പ്രാഥമികമായ അറിവുകളൊക്കെ വെച്ചാണ് അദ്ദേഹം ഈ വേദികളിൽ ഓട്ടംതുള്ളൽ അവതരിപ്പിക്കുന്നത്. അദ്ദേഹം ഞാൻ പറഞ്ഞതുപോലെ 518 വേദികളിലാണ് ₹1 പോലും പ്രതിഫലം വാങ്ങാതെ ഇത് അവതരിപ്പിക്കുന്നത്. നമുക്കറിയാം, ഒരു ചായമൊക്കെ ഇട്ട് ഇത് വേദിയിൽ അവതരിപ്പിക്കാൻ എത്രത്തോളം പണമാകും. ഏറ്റവും കുറഞ്ഞത് ₹1000 ഈ മേക്കപ്പിന് വേണ്ടിയെങ്കിലും ഒക്കെ ചിലവാകും. അങ്ങനെയൊന്നും വാങ്ങാതെ ഒരു സാമൂഹ്യ പ്രതിബദ്ധതയോടുകൂടി അദ്ദേഹം അവതരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത്തരത്തിലുള്ള ബോധവൽക്കരണത്തിലൂടെയെങ്കിലും നമ്മുടെ കുഞ്ഞുങ്ങൾ ഒരു പരിധിവരെ ലഹരിക്ക് അടിമപ്പെടാതെ അല്ലെങ്കിൽ മാരകമായ ലഹരി ഉപയോഗിക്കാതെ തിരിച്ചു വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ വേണ്ടി കഴിയും. ഈ ഉദ്യോഗസ്ഥന് ഇത്തരത്തിൽ ലഹരി ബോധവൽക്കരണം മാത്രമല്ല, മുൻപ് കോവിഡ് കാലത്ത് കോവിഡിനെതിരായിട്ടുള്ള ബോധവൽക്കരണത്തിനും സമാനമായ രീതിയിൽ തുള്ളൽ അവതരിപ്പിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ നമ്മുടെ തിരഞ്ഞെടുപ്പ് കാലത്ത് ജനങ്ങൾക്ക് തിരഞ്ഞെടുപ്പിലേക്ക് ആളുകൾ വോട്ടിങ്ങിന് വരണം എന്നുള്ളൊരു ബോധവൽക്കരണം നടത്താൻ വേണ്ടിയും സമാനമായ രീതിയിലുള്ള തുള്ളലൊക്കെ അവതരിപ്പിച്ചിട്ടുണ്ട്. നമുക്കറിയാവുന്നതുപോലെ ഓട്ടംതുള്ളലിൻ്റെ ഒരു വേഷം തന്നെ നമുക്ക് കാണുമ്പോൾ ഒരു അട്രാക്ഷൻ, അവർ പറയുന്നത് എന്താണ് എന്ന് കേട്ടിരിക്കാൻ വേണ്ടിയുള്ള ഒരു അട്രാക്ഷൻ തോന്നാറുണ്ട്. അത്തരത്തിലൊക്കെയുള്ള ഉപയോഗത്തിലൂടെ അല്ലെങ്കിൽ സാധാരണ നിലയിൽ ഞാൻ പറഞ്ഞതുപോലെ 500-ലധികം വേദികൾ അദ്ദേഹം അവതരിപ്പിച്ചു. ഒരു മാസം എല്ലാ ദിവസവും ഇത്തരത്തിൽ വേദികളിലൊക്കെ അവതരിപ്പിക്കേണ്ടിയൊക്കെ വരുന്ന ഒരവസ്ഥ ഉണ്ടാവാറുണ്ട്. എന്തായാലും ജയരാജിൻ്റെ അദ്ദേഹം സ്വയം വേഷമൊന്നുമല്ല, അദ്ദേഹം സ്വയം രൂപീകരിച്ച കഥയും പാട്ടുമൊക്കെ ആളുകൾക്കിടയിൽ വലിയ സ്വാധീനം ചെലുത്തുന്നുണ്ട് എന്നുള്ളതാണ് എക്സൈസ് വകുപ്പിൻ്റെ വിലയിരുത്തൽ. അതുകൊണ്ട് തന്നെ ജയരാജിന് എവിടെ വേദി കിട്ടിയാലും അവിടെ പോയി അവതരിപ്പിക്കാൻ എക്സൈസ് വകുപ്പ് അനുവാദം നൽകിയിട്ടുണ്ട്. എന്തായാലും ഇത്തരമൊക്കെയുള്ള ബോധവൽക്കരണ പരിപാടിയിലൂടെ ഒരു പരിധിവരെയെങ്കിലും ലഹരിയുടെ ഉപയോഗമൊക്കെ കുറയ്ക്കാൻ വേണ്ടി അല്ലെങ്കിൽ ലഹരിക്ക് അടിമപ്പെടുന്നത്, സിന്തറ്റിക് ലഹരി അടക്കം ഉപയോഗിക്കുന്നത് ഒരു പരിധിവരെയെങ്കിലും കുറയും. തീർച്ചയായിട്ടും. കാരണം ഇത്രയേറെ ചിലവുള്ള ഒരു കലാരൂപമാണ്. ആ കലാരൂപം ഒരു പൈസയും മറ്റുള്ളവരിൽ നിന്ന് വാങ്ങാതെ ഒരു ബോധവൽക്കരണത്തിനായിട്ട് ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ അതിനെ ഉപയോഗിച്ച് മികച്ച രീതിയിൽ അത് നടപ്പിലാക്കുന്നതിന് ജയരാജ് ഉദ്യോഗസ്ഥന് ഏറെ കയ്യടി നൽകേണ്ട ഒരു കാര്യം തന്നെയാണ്. ഇതിന്റെ എല്ലാം എന്തെന്ന് പറയുന്നത് ഈ ലഹരിക്കെതിരെ ലഹരി വിമുക്തമായ ഒരു സമൂഹത്തെ വാർത്തെടുക്കുക എന്നുള്ളതുമാണ്.